അല്ല, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ലാൻഡ് ചെയ്തപ്പോ മുതൽ കേൾക്കുന്ന റോമറുകളാ. അതിപ്പോ നേരാണോ അതോ അസൂയാലിക്കള് പടത്തി വിടുന്ന കിംവദന്തികളാണോ? നിങ്ങളും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ഇറങ്ങിയതാണോ? അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ രാധമ്മ. കേട്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. രാധമ്മ ഉണ്ണിയപ്പം ഒരു മിസൈലാക്കി മാറ്റിയെന്നോ അത് വച്ച് മകളുടെ ഗർഭം ഗ്യാസാക്കി മാറ്റിയെന്നോ? അമ്മേ, ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. ഞാനൊരു മനുഷ്യ സ്ത്രീയാ. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ദയവായി നിങ്ങൾ എന്നെ വേദനിപ്പിക്കരുത്. എന്താ ഈ പറയുന്നത്? ഞാൻ രാധമ്മയെ വേദനിപ്പിക്കുമെന്നാണോ? രാധമ്മ എനിക്ക് പിറക്കാതെ പോയ മകളെ പോലെയാണ്. അതൊക്കെ പോട്ടെ, വളകാപ്പിനൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നല്ലേ? അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഗൾഫിലായിരുന്നെങ്കിലും എനിക്ക് ന്യൂസ് തരാൻ 1000 പേരുണ്ടായിരുന്നു. അതറിയാമോ രാധമ്മയ്ക്ക്? അല്ലെങ്കിലും എന്തിനാ രാധമ്മ ഈ വളകാപ്പും തരികടയൊക്കെ ഉണ്ടാക്കി വെച്ചത്? അതൊക്കെ ആ രുക്മിണിയുടെ പ്ലാൻ ആയിരുന്നു അമ്മ. രുക്മിണി അവളെ പോലെ ഒരു പാഷാണം. അല്ല, അവൾ അടുക്കുന്നത് തന്നെ തുറക്കാനാണ്. അവളുടെ വീട്ടിലെ ഒരു മരക്കുരിശ് പണിത് വെച്ചിട്ടുണ്ട്. അവസരം വരുമ്പോ അവൾ അതും ചുമന്നോണ്ട് വരും മറ്റുള്ളവരെ തൊലയ്ക്കാൻ. അല്ല, ഈ ഉണ്ണിയപ്പത്തിൽ ബോംബ് വെച്ചത് അവള് തന്നെ ആയിരിക്കും. അവളുടെ മോന്റെ കുഞ്ഞിനെ രാധമ്മയുടെ മോള് പ്രസവിക്കാൻ അവള് സമ്മതിക്കത്തില്ല. അതൊന്നും നിങ്ങൾക്കറിയത്തില്ല. ഒരു പെരുവലയുമായിട്ട് രാജുവിനെ വീശിപ്പിടിക്കാൻ നടന്ന ഒരു മകളുണ്ടായിരുന്നല്ലോ, രമ്യ. അല്ല, അവൾ ഏത് വഴിക്ക് പോയി? ആർക്കറിയാം. അവള് പെരുവല മാറ്റി വീശുവലയുമായിട്ട് പോയിരിക്കായിരിക്കും മറ്റൊരുത്തനെ വീശാൻ. ആട്ടെ പോട്ടെ, ഇരിക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാധമ്മയുടെ മോള് ഹരിശ്രീ രാധമ്മയെ തള്ളി പറഞ്ഞില്ലേ? അവളും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക അമ്മേ. ഓ, തുലാവർഷ കുരിപ്പ്. അവളൊക്കെ ഇടിയേ. അമ്മേ, അവളെന്റെ മകള. ഞാൻ നൊന്ത് പ്രസവിച്ചത് അവളെ. പോട്ടെ,